അപ്പോൾ ഒപ്റ്റിക്കൽ ഫൈബർ കമ്മ്യൂണിക്കേഷൻ്റെ രണ്ടാമത്തെ മൊഡ്യൂളാണ് വേരിയസ് ഒപ്റ്റിക്കൽ സോഴ്സ് ആൻഡ് ഡിറ്റക്ടർ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിൽ നമ്മൾ ഒപ്റ്റിക്കൽ ഫൈബറിൻ്റെ ഫണ്ടമെൻറ്റൽസും പഠിച്ചു, അതിൻ്റെ കാര്യങ്ങൾ അഡ്വാൻറ്റേജസ്, ഡിസഡ്വാൻറ്റേജസ്, പിന്നെ അതിലുള്ള ഫൈബർ മോഡ്സ്, കോൺഫിഗറേഷൻസ്, പിന്നെ ഫൈബർ ടൈപ്സ്, പിന്നെ അതിൻ്റെ റേ ടൈപ്സ്, അങ്ങനത്തെ കാര്യങ്ങളാണ് പഠിച്ചത്. ഒപ്റ്റിക്കൽ ഫൈബറിൻ്റെ ഉള്ളിൽ എന്താ നടക്കുന്നത്, ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ, അതുപോലെ തന്നെ അതിൻ്റെ സ്ട്രക്ചർ, പിന്നെ അതിൻ്റെ അഡ്വാൻറ്റേജസ്, ഡിസഡ്വാൻറ്റേജസ്, ആപ്ലിക്കേഷൻസ്, അങ്ങനത്തെ കാര്യങ്ങളാണ് ഫസ്റ്റ് മൊഡ്യൂളിൽ ഉള്ളത്. അത് ഏറ്റവും സിമ്പിളസ്റ്റാണ്. അപ്പം രണ്ടാമത്തെ മൊഡ്യൂളിൽ നിങ്ങൾ പഠിക്കാൻ പോകുന്നത് വേരിയസ് ഒപ്റ്റിക്കൽ സോഴ്സസ് ആൻഡ് ഡിറ്റക്ടേഴ്സ് ആണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമ്മൾ ആ ഒപ്റ്റിക്കൽ ഫൈബർ സ്ട്രക്ചറും അതിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങളാണ് പഠിച്ചത്. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ ഒപ്റ്റിക്കൽ സോഴ്സ് ആൻഡ് ഡിറ്റക്ടേഴ്സ് എന്ന് പറയുന്നത് ഒരു ഒപ്റ്റിക്കൽ സോഴ്സ് എന്ന് വെച്ചാൽ എന്താ, സോഴ്സ് എന്ന് പറയുന്നത് എന്തെങ്കിലും തരുന്ന സാധനമാണ്. അപ്പോൾ ഈ ഒരു ഒപ്റ്റിക്കൽ സോഴ്സ് എന്ന് പറയുന്നത് ലൈറ്റിനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഡിവൈസ്. ഓക്കെ, അപ്പോൾ അതാണ് ഇവിടെ പഠിക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ ഒപ്റ്റിക്കൽ ഡിറ്റക്ടർ എന്ന് പറയുന്നത് എന്തായിരിക്കും, ലൈറ്റിനെ ഡിറ്റക്റ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു ഡിവൈസ്. അതാണ് ഈ ഒരു മൊഡ്യൂളിൽ കവർ ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഒപ്റ്റിക്കൽ സോഴ്സ് ആൻഡ് ഡിറ്റക്ടേഴ്സ് ആണ് ഇവിടെ ഈ ഒരു സെക്കൻഡ് മൊഡ്യൂളിൽ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ ഫസ്റ്റ് പോർഷൻസ് എന്ന് പറയുന്നത് ഒപ്റ്റിക്കൽ സോഴ്സ് ആണ്, സെക്കൻഡ് പോർഷൻ എന്ന് പറയുന്നത് ഒപ്റ്റിക്കൽ ഡിറ്റക്ടർ. ഓക്കെ, അപ്പം ഫസ്റ്റ് പോർഷനിലുള്ള ഒപ്റ്റിക്കൽ സോഴ്സിൻ്റെ കീഴിൽ വരുന്ന ടോപ്പിക്സിന് ഞാൻ പറയാം. ഓക്കെ, അപ്പോൾ അതിൽ ഫസ്റ്റാണ് ഒപ്റ്റിക്കൽ പ്രോസസ്സ് ഇൻ സെമി കണ്ടക്ടേഴ്സ്. അപ്പോൾ ആ ഒരു പ്രോസസ്സിൽ മെയിനായിട്ടുള്ള 3 ഡിവിഷൻ ഉണ്ട്. അതെന്ന് വെച്ചാൽ എനർജി ബാൻഡാണ് ഫസ്റ്റ് പറയാൻ പോകുന്നത്. അപ്പോൾ ആ എനർജി ബാൻഡ് എന്ന് പറയുന്നത് ഡിവൈഡഡ് ബൈ 2 ടൈപ്സ്. എന്ന് പറയുന്നത് ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് ബാൻഡ് ഗ്യാപ്പ്. അതാണ് 2 ടൈപ്സ് ഓഫ് എനർജി ബാൻഡ്. അതാണ് അതിലത്തുള്ള ഫസ്റ്റ് പോർഷൻ. പിന്നെ സെക്കൻഡ് പോർഷൻ എന്ന് പറയുന്നത് LED-ൻ്റെ സ്ട്രക്ചർ ടൈപ്സ്. ഇപ്പോൾ 2 സ്ട്രക്ചറാണ് നിങ്ങളിവിടെ പഠിക്കാൻ പോകുന്നത്. ഒന്നെന്ന് പറയുന്നത് സർഫേസ് എമീറ്റിംഗ് ആൻഡ് സെക്കൻഡ് എന്ന് പറയുന്നത് എഡ്ജ് എമീറ്റിംഗ്. പിന്നെ തേർഡ് പോർഷൻ എന്ന് പറയുന്നത് മോഡുലേഷൻ ഓഫ് LED. അപ്പോൾ ഞാൻ പറഞ്ഞു ഒപ്റ്റിക്കൽ സോഴ്സ് എന്ന് പറയുന്നത് ലൈറ്റ് പ്രൊഡ്യൂസിങ് ആയിട്ടുള്ള ഒരു ഡിവൈസാണ്. അപ്പോൾ ഇവിടെ മെയിൻലി യൂസ് ചെയ്യുന്ന 2 ഒപ്റ്റിക്കൽ സോഴ്സാണ്. ഓക്കെ, അതെന്ന് പറയുന്നത് ഒന്ന് LED, പിന്നെ ഒന്ന് പറയുന്നത് ലേസർ. ഓക്കെ, അപ്പോൾ ആ മോഡുലേഷൻ ഓഫ് LED ആണ് ഇവിടുത്തെ മൂന്നാമത്തെ പോർഷൻ. നെക്സ്റ്റ് എന്ന് പഠിക്കാൻ പോകുന്നത് LED പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ ലേസർ ആക്ഷൻ ആണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ലേസറിൽ ചെയ്യുന്ന പ്രോസസ്സാണ് ഇവിടെ പഠിക്കുന്നത്. പിന്നെ അതിൻ്റെ ലേസറിൻ്റെ സ്ട്രക്ചറും പഠിക്കും, അതുപോലെ തന്നെ അതിൻ്റെ റേഡിയേഷൻ പാറ്റേൺ പഠിക്കും. ഇതിൻ്റെ സെക്കൻഡ് പോർഷൻ എന്ന് പറയുന്നത് ഒപ്റ്റിക്കൽ ഡിറ്റക്ടറാണ്. അപ്പോൾ ഒപ്റ്റിക്കൽ ഡിറ്റക്ടർ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു ലൈറ്റ് സോഴ്സിനെ നമ്മൾ ഡിറ്റക്റ്റ് ചെയ്യുന്ന ഒരു ഡിവൈസാണ് ഒപ്റ്റിക്കൽ ഡിറ്റക്ടർ. അപ്പോൾ അതെന്താ ചെയ്യേണ്ടത്, അപ്പോൾ അതിനെക്കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽ സ്റ്റഡിയാണ് ഇവിടെ നടത്തുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ ഫസ്റ്റ് പോർഷൻ എന്ന് പറയുന്നത് എന്താ ഫോട്ടോ ഡിറ്റക്ഷനിലുള്ള പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ സെക്കൻഡ് വൺ എന്ന് പറയുന്നത് എന്താ, ആ ഇവിടെ യൂസ് ചെയ്യുന്നില്ല അല്ലെങ്കിൽ ഇവിടെ പഠിക്കാൻ പോകുന്ന 2 ഫോട്ടോ ഡിറ്റക്ടേഴ്സാണ് പിൻ ഫോട്ടോ ഡയോഡും പിന്നെ ഒന്ന് അവലാഞ്ച് ഫോട്ടോ ഡയോഡ്. അപ്പോൾ ഒപ്റ്റിക്കൽ സോഴ്സ് ആയിട്ട് നമ്മൾ LED-യും ലേസറും പഠിക്കും, അതുപോലെ തന്നെ അവലാഞ്ച് ഫോട്ടോ ഡയോഡും പിൻ ഡയോഡും നമ്മൾ ഒപ്റ്റിക്കൽ ഡിറ്റക്ടറായിട്ട് പഠിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നിങ്ങളെ സെക്കൻഡ് മൊഡ്യൂളിൽ കവർ ചെയ്യുന്നത്. ഓക്കെ, മനസ്സിലായല്ലോ? അപ്പോൾ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് പോർഷനായിട്ടുള്ള ഒപ്റ്റിക്കൽ സോഴ്സ് എന്ന് പറയുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ അതിൽ ഞാൻ ഫസ്റ്റ് ടോപ്പിക് എന്ന് പറഞ്ഞു ഒപ്റ്റിക്കൽ പ്രോസസ് ഇൻ സെമി കണ്ടക്ടർ. ഓക്കെ, അപ്പോൾ അതിലുള്ള ഫസ്റ്റ് ടേം ആണ് എനർജി ബാൻഡ്. ഓക്കെ, അപ്പോൾ എന്താണ് എനർജി ബാൻഡ് നോക്കാം. അപ്പോൾ അതിൻ്റെ ഡെഫിനിഷൻ നോക്കാം. ഇൻ സോളിഡ്സ് ഇൻസ്റ്റെഡ് ഓഫ് സിംഗിൾ എനർജി ലെവൽസ് there will be bands of energy levels formed due to the intermixing of atom.
അപ്പോൾ നമുക്ക് ആറ്റംസ് അറിയാമല്ലോ. അപ്പോൾ ആ ആറ്റംസിൻ്റെ ഇൻ്റർമിക്സിങ് കാരണം നമുക്ക് എനർജി ലെവൽസിലൊരു ബാൻഡ് ഫോം ചെയ്യും. ഓക്കെ, അപ്പം ഒരു ആറ്റംസ് കുറേ ആറ്റംസ് ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ തമ്മിലുള്ള ഇൻ്റർമിക്സിങ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ എനർജി ലെവൽ എന്ന് പറയുന്നത് ഡിഫറെൻറ്റ് ഫോംസ് ആയിട്ട് ഫോം ചെയ്യും. അപ്പോൾ ദീസ് സെറ്റ്സ് ഓഫ് എനർജി ലെവൽ വിച്ച് ആർ ക്ലോസ്ലി പാക്ഡ് ആർ നോൺ ആസ് എനർജി ബാൻഡ്സ്. അപ്പം ഡിഫറെൻ്റ് ആയിട്ടുള്ള എനർജി ലെവൽസ് ഒരു ക്ലോസ്ഡ് പാക്ഡ് ആയിട്ട് കാണുന്ന സമയത്താണ് നമ്മൾ ഈ ഒരു ലെവൽസിന് എനർജി ബാൻഡ്സ് എന്ന് പറയും. അപ്പോൾ ഡിഫറെൻറ്റ് ലെവൽസ് ഉണ്ടാവും. അപ്പോൾ സെമി കണ്ടക്ടർ മെറ്റീരിയൽസ് ഇൻ വിച്ച് ഫോർബിഡൻ എനർജി ഗ്യാപ്പ് ഈസ് സ്മോൾ ആൻഡ് കണ്ടക്ഷൻ ടേക്സ് പ്ലേസ് ഇഫ് സം എക്സ്റ്റേണൽ എനർജി ഈസ് സപ്ലൈ. ഓക്കെ, അപ്പോൾ നമ്മൾ ആ ഒരു ഫിസിക്സിൽ പഠിച്ചിട്ടുണ്ടാവും കണ്ടക്ടർ, സെമി കണ്ടക്ടർ, ഇൻസുലേറ്റർ. അപ്പോൾ അതിൽ സെമി കണ്ടക്ടർ എന്ന് പറയുന്നത് പാർഷ്യലി കണ്ടക്ട് ചെയ്യുന്ന സാധനമാണ്. ഓക്കെ, അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അതിൽ എനർജി ഗ്യാപ്പ് എന്ന് പറയുന്നത് സ്മോൾ ആണ്. അപ്പോൾ കണ്ടക്ഷൻ ചെയ്യുന്നതിന് ഒരു എക്സ്റ്റേണൽ എനർജി അതിൽ അപ്ലൈ ചെയ്താൽ മാത്രമേ കണ്ടക്ഷൻ ചെയ്യുള്ളൂ. ഓക്കെ, അപ്പോൾ അതിൻ്റെ എക്സാമ്പിളാണ് സിലിക്കണും ജെർമേനിയം. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് എനർജി ബാൻഡ്സ് നോക്കാം, ഡിഫറെൻറ്റ് ടൈപ്സ്. അപ്പോൾ ഈ ഒരു ഡയഗ്രത്തിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും താഴത്തെന്ന് പറയുന്ന എനർജി ബാൻഡ്സ് ഇൻ സെമി കണ്ടക്ടർ, ഇപ്പുറത്ത് ബാൻഡ് എനർജി. അപ്പോൾ ബേസ്ഡ് ഓൺ ബാൻഡ് ലെവൽസ് എനർജി ബാൻഡ് ഈസ് ഡിവൈഡഡ് ഇൻ ടു 3. ദാറ്റ് ഈസ് ഫസ്റ്റ് താഴത്തെന്ന് പറയുന്നത് വാലൻസ് ബാൻഡ്, നടുക്കലത്തെ പറയുന്നത് സ്മോൾ ഫോർബിഡൻ എനർജി ബാൻഡ് ആൻഡ് തേർഡ് വൺ എന്ന് പറയുന്നത് കണ്ടക്ഷൻ ബാൻഡ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് വാലൻസ് ബാൻഡ്, താഴത്തതാണ് വാലൻസ് ബാൻഡ്, നടുക്കലത്തത് സ്മോൾ ഫോർബിഡൻ എനർജി ബാൻഡ് ആൻഡ് മോളത്തത് കണ്ടക്ഷൻ ബാൻഡ്. ഓക്കെ, അപ്പോൾ അതിൽ ബാൻഡ് ഗ്യാപ്പ് ഇൻ സെമി കണ്ടക്ടർ നോക്കാം. കണ്ടക്ടർ ദ ബാൻഡ് ഗ്യാപ്പ് represents the minimum energy difference between the top of the valence band and the bottom of the conduction band. എന്ന് വെച്ചാൽ ഈ ഒരു ഡയഗ്രാം നോക്കിയേ, ഈ ഡയഗ്രാം കാണുന്നില്ലേ? അപ്പം ആ വാലൻസ് ബാൻഡിൻ്റെ മുകളിലത്തെ ഭാഗം ടോപ്പ് ഓഫ് ദ വാലൻസ് ബാൻഡ്, അതുപോലെ ബോട്ടം ഓഫ് ദ കണ്ടക്ഷൻ ബാൻഡ്. ഓക്കെ, ബോട്ടം ഓഫ് ദ കണ്ടക്ഷൻ ബാൻഡ്, അത് തമ്മിലുള്ള മിനിമം എനർജി ഡിഫറൻസ് അതിനെയാണ് ബാൻഡ് ഗ്യാപ്പ് എന്ന് പറയാം. ഓക്കെ, ദാറ്റ് ഈസ് മിനിമം എനർജി ഡിഫറൻസ് ബിറ്റ്വീൻ ദ ടോപ്പ് ഓഫ് ദ വാലൻസ് ബാൻഡ് ആൻഡ് ദ ബോട്ടം ഓഫ് ദ കണ്ടക്ഷൻ ബാൻഡ്. മനസ്സിലായോ? അപ്പോൾ ആ വാലൻസ് ബാൻഡിൻ്റെ മുകളിലത്തെ ഭാഗവും കണ്ടക്ഷൻ ബാൻഡിൻ്റെ താഴത്തെ ഭാഗവും തമ്മിലുള്ള ഡിഫറൻസിനെയാണ്, മിനിമം എനർജി ഡിഫറൻസിനെയാണ് ബാൻഡ് ഗ്യാപ്പ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ആ ഒരു ബാൻഡ് ഗ്യാപ്പ് എന്ന് പറയുന്നത് 2 ടൈപ്സ് ആണ് ഉള്ളത്. ഒന്നെന്ന് പറയുന്നത് ഡയറക്റ്റ് ബാൻഡ് ഗ്യാപ്പും പിന്നൊന്നെന്ന് പറയുന്നത് ഇൻഡയറക്റ്റ് ബാൻഡ് ഗ്യാപ്പും. ഓക്കെ, അപ്പോൾ ഡയറക്റ്റ് ബാൻഡ് ഗ്യാപ്പ് ഫസ്റ്റ് നമുക്ക് നോക്കാം. അപ്പോൾ ബാൻഡ് ഗ്യാപ്പ് ഈസ് കോൾഡ് ഡയറക്റ്റ് ഇഫ് ദ മൊമെൻറ്റം ഓഫ് ഇലക്ട്രോൺസ് ആൻഡ് ഹോൾസ് ഈസ് ഇൻ ദ സെയിം ബോത്ത് conduction band and valence band. An electron can directly emit a photon. എന്ന് വെച്ചാൽ കണ്ടക്ഷൻ ബാൻഡിലും വാലൻസ് ബാൻഡിലും ഈ ഇലക്ട്രോൺസ് ആൻഡ് ഹോൾസിൻ്റെ മൊമെൻറ്റം എന്ന് പറയുന്നത് സെയിം ആണെങ്കിൽ നമുക്ക് ഇലക്ട്രോൺസ് ഫോട്ടോൺസിനെ ഡയറക്റ്റായിട്ട് എമിറ്റ് ചെയ്യാൻ പറ്റും. അതാണ് ഡയറക്റ്റ് ബാൻഡ് ഗ്യാപ്പ് സെമി കണ്ടക്ടർ. ഓക്കെ, ദാറ്റ് ഈസ് the band gap is called direct if the momentum of electrons and holes is the same in both the condition band and valence band and electron can directly emit a photon. ഈ ഒരു ഡയഗ്രത്തിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇവിടെ താഴത്തതാണ് വാലൻസ് ബാൻഡും മുകളിലത്തതാണ് കണ്ടക്ഷനും ബാൻഡും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ബാൻഡ് ഗ്യാപ്പ് എന്ന് പറയുന്നത് വാലൻസ് ബാൻഡിൻ്റെ ടോപ്പിൻ്റെയും കണ്ടക്ഷൻ ബാൻഡിൻ്റെ ബോട്ടമിന് തമ്മിലുള്ള മിനിമം ഡിഫറൻസിയാണ് ബാൻഡ് ഗ്യാപ്പ് എന്ന് പറഞ്ഞത്. അപ്പോൾ ഈ ഡയറക്റ്റ് ബാൻഡ് ഗ്യാപ്പിൻ്റെ കേസ് എന്ന് പറയുന്നത് വാലൻസ് ബാൻഡും കണ്ടക്ഷൻ ബാൻഡിലും
ഇലക്ട്രോൺസും ഹോൾസിൻ്റെ മൊമെൻറ്റം, അത് മൂവ് ചെയ്യുന്ന മൊമെൻറ്റം എന്ന് പറയുന്നത് സെയിം ആണെങ്കിൽ ആ ഇലക്ട്രോൺസിന് ഡയറക്റ്റായിട്ട് ഫോട്ടോൺസ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഒരു ഹൊറിസോണ്ടലായിട്ട് ഒരു വേവ് പോലെ കാണാൻ പറ്റും. കാണുന്നുണ്ടോ? അപ്പോൾ ആ വേവ്സ് ആണ് ഫോട്ടോൺസ്. ആ ഫോട്ടോൺസിൻ്റെ ഇക്വേഷനാണ് HU = EG. ഇതാണ് ഫോട്ടോൺസ് എമിറ്റ് ചെയ്യുന്നുള്ള ഇക്വേഷൻ. ഓക്കെ, അപ്പം അത് തമ്മിലുള്ള മിനിമം ഡിഫറൻസ് ആണ് ബാൻഡ് ഗ്യാപ്പ്. അതുപോലെ തന്നെ മൊമെൻറ്റം ഓഫ് ഇലക്ട്രോൺസ് ആൻഡ് ഹോൾസ് സെയിം ആയതുകൊണ്ട് ഇലക്ട്രോൺസിനെ ഫോട്ടോൺസ് ഡയറക്റ്റായിട്ട് എമിറ്റ് ചെയ്യാൻ പറ്റും. അതാണ് ഡയറക്റ്റ് ബാൻഡ് ഗ്യാപ്പ്. ഓക്കെ, ഇവിടെ നോക്കിക്കോ അതിൻ്റെ ഡയഗ്രാം. അപ്പോൾ ഈ താഴത്തെ മൊമെൻറ്റം, എന്നിട്ട് കണ്ടക്ഷൻ ബാൻഡും വാലൻസ് ബാൻഡും. അപ്പോൾ കാണാൻ പറ്റും വാലൻസ് ബാൻഡിൻ്റെ ടോപ്പും കണ്ടക്ഷൻ ബാൻഡിൻ്റെ ബോട്ടം, ആ റെഡ് ലൈൻ, അതാണ് ബാൻഡ് ഗ്യാപ്പ്. ഓക്കെ, അപ്പോൾ ആ ഒരു കേസസിൽ മൊമെൻറ്റം ഈക്വലായ സമയത്ത് കാണാൻ പറ്റുമല്ലോ, മൊമെൻറ്റം ഈക്വലായ സമയത്ത് നമുക്ക് ഇലക്ട്രോൺസ് ഫോട്ടോൺസിനെ എമിറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇൻ കേസ് ഓഫ് ഡയറക്റ്റ് ബാൻഡ് ഗ്യാപ്പ്, ഇലക്ട്രോൺസ് ഇൻ കണ്ടക്ഷൻ ബാൻഡ് മിനിമ എന്ന് വെച്ചാൽ എന്താ? ബോട്ടം. ആ വേവ്സിൻ്റെ ബോട്ടത്തിന് മിനിമ എന്ന് പറയും. ആ വേവ്സിൻ്റെ ടോപ്പ് എന്ന് പറയുന്നത് മാക്സിമ എന്ന് പറയും. അതാണ് ഇവിടെ പറയുന്നത്. ഇൻ കേസ് ഓഫ് ഡയറക്റ്റ് ബാൻഡ് സെമി കണ്ടക്ടർ, ഇലക്ട്രോൺസ് ഇൻ കണ്ടക്ഷൻ ബാൻഡ് മിനിമ റീകമ്പൈൻഡ് ഡയറക്ട്ലി വിത്ത് ദ ഹോൾസ് in the valence band maxima without change in momentum as well as kinetic energy, so energy will emit in the form of light. This phenomena is known as spontaneous emission. മനസ്സിലായോ? എന്ന് വെച്ചാൽ ഈ ഒരു കണ്ടക്ഷൻ ബാൻഡിൻ്റെ മിനിമം കാണാൻ പറ്റും. ഏറ്റവും ലോവസ്റ്റ് ആയിട്ടുള്ള ഒരു പോയിൻ്റ് മിനിമ, ആ പോയിൻ്റ് നമ്മളെ വാലൻസ് ബാൻഡിലെ മാക്സിമത്തിലുള്ള ഹോൾസിനെ കമ്പൈൻ ചെയ്യും. എന്ന് വെച്ചാൽ കണ്ടക്ഷൻ ബാൻഡിൽ എപ്പോഴും ഇലക്ട്രോൺസ് ആണ് ഉണ്ടാവുക. അപ്പോൾ കണ്ടക്ഷൻ ബാൻഡിലെ മിനിമത്തിലുള്ള ഇലക്ട്രോൺസ് വാലൻസ് ബാൻഡിലെ മാക്സിമത്തിലുള്ള ഹോൾസിനെ റീകമ്പൈൻ ചെയ്യും. റീകമ്പൈൻ ചെയ്ത ശേഷം എപ്പോഴാണ് റീകമ്പൈൻ ചെയ്യുക? മൊമെൻറ്റം ചേഞ്ച് ഇല്ലെങ്കിലും കൈനറ്റിക് എനർജി ചേഞ്ച് ഇല്ലാത്ത സമയത്ത് ആണ് ഈ ഒരു റീകോമ്പിനേഷൻ നടക്കുക. റീകോമ്പിനേഷൻ ചെയ്ത ശേഷം അവിടെ എന്താ? ഇലക്ട്രോൺസ് ഒരു എനർജീനെ എമിറ്റ് ചെയ്യും. ആ ഒരു എനർജി എന്ന് പറയുന്നത് ഇൻ ദ ഫോം ഓഫ് ലൈറ്റ് ആയിരിക്കും. മനസ്സിലായോ? അപ്പം ആ ഒരു ലൈറ്റ്, ഈ ഒരു പ്രോസസ്സിനെയാണ് സ്പോണ്ടേനിയസ് എമിഷൻ എന്ന് പറയാം. അപ്പോൾ ബെസ്റ്റ് എക്സാമ്പിൾ ഓഫ് ഡയറക്റ്റ് ബാൻഡ് ഗ്യാപ്പ് സെമി കണ്ടക്ടർ എന്ന് പറയുന്നത് ഗാലിയം ആർസനിക്, ഇൻഡിയം ആർസനിക്, ഇൻഡിയം SB, GAN, INN, zinc oxide, CdSc, zinc cyanide. Gallium arsenic emits light in infrared region. ഇത്രയാണ് ഡയറക്റ്റ് ബാൻഡ് ഗ്യാപ്പിൽ ഉള്ളത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇൻഡയറക്റ്റ് ബാൻഡ് ഗ്യാപ്പ്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു വ്യത്യാസം മനസ്സിലാവുമല്ലോ. ഡയറക്റ്റ് ആകുമ്പോഴത്തേക്ക് എന്താ? മൊമെൻറ്റം സെയിം ആയിരിക്കും. അപ്പം കൈനറ്റിക് എനർജിയും സെയിം ആയിരിക്കും. അപ്പം ടോപ്പും ബോട്ടവും തമ്മിലുള്ള ഡിഫറൻസ് മിനിമം എനർജി ആയിരിക്കും. ആ ടൈമിൽ എന്താ സംഭവിക്കുക? ഫോട്ടോൺസ് ഡയറക്റ്റ്ലി എമിറ്റ് ചെയ്യും. അതാണ് ഡയറക്റ്റ്. ആ പേരിൽ ഡയറക്റ്റ്ലി എമിറ്റ് ചെയ്യുന്നത് കൊണ്ടാണ് ഡയറക്റ്റ് ബാൻഡ് ഗ്യാപ്പ് എന്ന് പറയാം. അപ്പോൾ ഇൻഡയറക്റ്റ് ബാൻഡ് ഗ്യാപ്പ് എന്ന് പറയുന്നത് if the k vectors are the different for conduction band minima and valence band maxima is called indirect band gap semiconductor. ഓക്കെ, എന്ന് വെച്ചാൽ ഈ ഡയഗ്രാം നോക്കിക്കോ. ഇതിൽ നിങ്ങൾക്ക് ആ കണ്ടക്ഷൻ ബാൻഡിൻ്റെ പൊസിഷൻ എന്ന് പറയുന്നത് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. താഴെ വാലൻസ് ബാൻഡിനേക്കാളും ഇപ്പുറത്ത് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. കാണാൻ പറ്റില്ലേ നിങ്ങൾക്ക്? ഇതാണ് അതിൻ്റെ ഡയഗ്രാം. അപ്പം നേരത്തെ ഡയറക്റ്റ് ബാൻഡിൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് നേരെ മുകളിൽ സ്ട്രെയിറ്റ് ആണ് അതിൻ്റെ ഡയഗ്രാം ഉള്ളത്. ഇവിടെ വ്യത്യാസം എന്ന് പറയുന്നത് അതിനെ
ലെഫ്റ്റ് സൈഡ് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ അതിലുള്ള വെക്റ്റേഴ്സ് എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആണ്. കണ്ടക്ഷൻ ബാൻഡ് മിനിമയും വാലൻസ് ബാൻഡ് മാക്സിമയിലുള്ള വെക്റ്റേഴ്സ് എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഡയറക്റ്റ് അല്ല. അപ്പോൾ അത് ഇൻഡയറക്റ്റ് ബാൻഡ് ഗ്യാപ്പ് സെമി കണ്ടക്ടറാണ്. ഓക്കെ, അപ്പോൾ ഈ ഡയഗ്രത്തിൽ കാണാൻ പറ്റും. അപ്പം ആ ഫോട്ടോൺസ് എന്ന് പറയുന്നത് കണ്ടക്ഷൻ ബാൻഡിൻ്റെ ഇപ്പുറത്തെ സൈഡിലേക്ക് കൂടിയാണ് ആരോ മാർക്ക് കാണുന്നില്ലേ? അപ്പം ഇവിടെ നിങ്ങൾക്ക് ആ ഡയഗ്രത്തിൽ കാണാം. രണ്ടാമത്തെ ഡയഗ്രത്തിൽ ഇവിടെ ആ ഒരു പീക്ക്, മിനിമ പീക്കും മാക്സിമ പീക്കും തമ്മിലുള്ള ഒരു ഷിഫ്റ്റ് ഉണ്ട്. ഓക്കെ, അതാണ് ബാൻഡ് ഗ്യാപ്പ് ഇൻഡയറക്റ്റ് ആയിട്ട് ആവാൻ കാരണം. അത് ഡിഫറെൻറ്റ് ഫോർ conduction band minima and valence band maxima is called as indirect band gap semiconductor. In this case, momentum is not same for conduction band minima and valence band maxima. ഈ മൊമെൻറ്റം ഡിഫറെൻ്റ് ആയതുകൊണ്ടാണ് നമുക്ക് കണ്ടക്ഷൻ ബാൻഡ് മിനിമയും വാലൻസ് ബാൻഡ് മാക്സിമയും ഒരേ സമയത്ത് കിട്ടാത്തത്. ഇതാണ് ഇൻഡയറക്റ്റ് ബാൻഡ് ഗ്യാപ്പ്. ഓക്കെ, ഡയറക്റ്റിൽ മൊമെൻ്റ് എന്ന് പറയുന്നത് സെയിം ആണ്. അതാണ് ഡയറക്റ്റ് ഒരേ ലൈനിലുള്ളത്. ഇതൊരു ഷിഫ്റ്റഡ് രൂപത്തിലാണ് ഉള്ളത്. ഇൻ എ ഇൻഡയറക്റ്റ് ഗ്യാപ്പ് എ ഫോട്ടോൺ cannot be emitted because the electron must pass through an intermediate state and transfer momentum to the crystal lattice. അപ്പം നമ്മൾ ഡയറക്റ്റ് ബാൻഡ് ഗ്യാപ്പ് പഠിക്കുന്ന സമയത്ത് പറഞ്ഞായിരുന്നു അത് ഡയറക്റ്റ്ലി ആയിട്ട് ഫോട്ടോൺസ് എമിറ്റ് ചെയ്യും. അപ്പം ഇവിടെ ഇൻ ഇൻഡയറക്റ്റ് ബാൻഡ് ഗ്യാപ്പിൽ ഫോട്ടോൺസ് എന്ന് പറയുന്നത് എമിറ്റ് ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് ഒരു ഇൻ്റർമീഡിയറ്റ് സ്റ്റേറ്റിൽ കൂടി പാസ് ചെയ്യണം. എന്നിട്ട് എന്താ, ഈ മൊമെൻറ്റം ട്രാൻസ്ഫർ ചെയ്യണം. ഒരേ മൊമെൻറ്റം ആണെങ്കിൽ അത് ഡയറക്റ്റ്ലി ആയിട്ട് ഫോട്ടോൺസ് എമിറ്റ് ചെയ്യും. അപ്പോൾ ഡിഫറെൻറ്റ് മൊമെൻറ്റം ആയതുകൊണ്ട് അത് മൊമെൻറ്റം ട്രാൻസ്ഫർ ചെയ്യണം. അതും കൂടാണ്ട് ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് ഇമ്മീഡിയറ്റ് സ്റ്റേറ്റിലേക്ക് കൂടി പാസ് ചെയ്യണം. In case of indirect band gap semiconductors, during excitation, there is change in momentum as well as kinetic energy, direction, path of electrons. അപ്പോൾ ഇത്രയും ചേഞ്ചസ് ഉണ്ട് ഏതാ ഇൻഡയറക്റ്റ് ബാൻഡ് ഗ്യാപ്പിൽ. എക്സൈറ്റേഷൻ്റെ സമയത്ത് മൊമെൻറ്റം ചേഞ്ച് ഉണ്ട്. മൊമെൻറ്റം ചേഞ്ച് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള കൈനറ്റിക് എനർജി ചേഞ്ച് ഉണ്ട്. എന്നിട്ട് അതിൻ്റെ ഡയറക്ഷനും ചേഞ്ച് ഉണ്ട്. അതുപോലെ തന്നെ പാത്ത് ഓഫ് ഇലക്ട്രോൺസ് ചേഞ്ച് ഉണ്ട്. ഇൻ ഇൻഡയറക്റ്റ് ബാൻഡ് ഗ്യാപ്പ് സെമികണ്ടക്ടർ എനർജി എമിറ്റ്സ് ഇൻ ദ ഫോം ഓഫ് ഹീറ്റ്. അതാണ് ഇവിടുത്തെ വ്യത്യാസം. ഡയറക്റ്റ് ബാൻഡ് ഗ്യാപ്പിൽ നമ്മൾ എനർജി എന്ന് പറയുന്നത് ലൈറ്റിൻ്റെ ഫോമായിട്ട് ട്രാൻസ്മിറ്റ് ചെയ്യും. ഇതിൽ ഇൻഡയറക്റ്റ് ബാൻഡ് ഗ്യാപ്പ് സെമികണ്ടക്ടറിൽ എനർജി എന്ന് പറയുന്നത് ഇൻ ദ ഫോം ഓഫ് ഹീറ്റാണ് എമിറ്റ് ചെയ്യുക.